ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഹെർണിയയെ കുറിച്ചാണ്. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെർണിയ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം പൊന്തി പുറത്തോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ. കോമൺലി വരുന്ന ഹെർണിയ ഇടുക്കിൽ വരുന്ന ഇൻഗ്വൽ ഹെർണിയ, പൊക്കിളിൽ വരുന്ന അംബ്ലിക്കൽ ഹെർണിയ, പൊക്കിളിന് മുകളിലുള്ള ഫാറ്റി ഹെർണിയ ലീനിയ ആൽബ, പിന്നെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റാത്ത കൺജക്റ്റീവ് ഡയഫ്രമാറ്റിക് ഹെർണിയ. അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പം കോമൺലി വരുന്ന ഹെർണിയ, ഇടുക്കിൽ വരുന്ന ഹെർണിയ ഇൻഗ്വൽ ഹെർണിയാണ്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് സർജിക്കലി മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് സർജിക്കൽ മാനേജ്മെന്റ് എന്താണെന്നാണ്. ഹെർണിയയുടെ ബേസിക്കലി മാനേജ്മെന്റ് ഈ സർജിക്കൽ, മെഡിക്കൽ മാനേജ്മെന്റ് ഒന്നുമില്ല. ഇപ്പോൾ സർജറി എന്ന് കേൾക്കുമ്പോൾ അമ്മമാർ പേടിച്ചു പോകാറുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ കുഞ്ഞുങ്ങൾക്ക് വരുന്ന സർജറി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അഡൽട്ട് സർജറി. അപ്പോൾ അതുകൊണ്ട് വലിയ ആൾക്കാരെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് സർജറി അല്ല. ബേസിക്കലി ഇതൊരു കണ്ടിന്യൂറ്റിയെ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷനാണ് ബേസിക്കലി. എന്നിട്ട് ആ സാക്കിനെ കെട്ടിവിടുക എന്നുള്ളത്. ഇത് ഓപ്പണും ചെയ്യാം, ലാപ്രോസ്കോപ്പി ചെയ്യാം. കുഞ്ഞുങ്ങളെ രാവിലെ അഡ്മിറ്റ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക, ഉച്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യുക. റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞിനെ നോർമൽ ആക്ടിവിറ്റി, കളിക്കാൻ ചിരിക്കാൻ വിടുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊക്കെ പല ആൾക്കാർ ചോദിക്കാറുണ്ട്. ഭാവിയിൽ ഒരു പ്രയാസവും ഇല്ല. കുഞ്ഞുങ്ങൾ നോർമൽ ചൈൽഡായിട്ട് വളരാറുണ്ട്. അതിനൊരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ അത് 2 ടൈപ്പ് സർജറി പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്യാം, ലാപ്രോസ്കോപ്പി ചെയ്യാം. ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ലാപ്രോസ്കോപ്പിക്കലി രണ്ടിൻ്റെ ഓപ്പൺ സർജറി ചെയ്താലും ഒരു ചെറിയൊരു ഇൻസിഷൻ കൂടെയാണ് ചെയ്യുന്നത്. ഓപ്പൺ ലാപ്രോസ്കോപ്പി ചെയ്താലും അത് ചെറിയ കീ ഹോൾ കൂടെയാണ് ചെയ്യുന്നത്. എങ്ങനെ വേണോ അത് ഡിസൈഡ് ചെയ്യാം. ഇപ്പം കൂടുതൽ ആൾക്കാർ ലാപ്രോസ്കോപ്പിക്കിലോട്ട് പോകുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ മോഡ് ഓഫ് മാനേജ്മെന്റ്.